നടുവേദന അനുഭവിച്ചവർക്ക് അറിയാം. സാധാരണഗതിയിൽ നടുവേദന നടുക്കുന്നാണ് വരുന്നത് അല്ലേ. പക്ഷേ ചില തരം നടുവേദനകളുണ്ട്, നട്ടിലിൻ്റെ സൈഡിലായിട്ട് വരുന്നു, നല്ല ഷാർപ്പായിട്ടുള്ള വേദനയായിരിക്കും. ആ വേദന അങ്ങനെ സൈഡിലൂടെ വന്ന് ബട്ടക്സിൻ്റെ ബാക്കിൽ വഴി, അതുപോലെ ബട്ടക്സിൻ്റെ താഴേക്ക് കാലിലേക്ക്, അതുപോലെ ഹിപ്പിൻ്റെ സൈഡിലേക്ക്, ഗ്രോയിൻ ഏരിയയിലേക്കൊക്കെ ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു നടുവേദനൻ്റെ കാരണവും അതിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിന് കാരണമായേക്കാവുന്ന ഒരു മസിലിനെ കുറിച്ചാണ് കൂടുതലായിട്ടൊന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരഞ്ഞിപ്പാലം. ക്വാഡ്രാറ്റസ് ലംബോറം ഇതൊരു മസിലിൻ്റെ പേരാണ്. അതായത് നമ്മളുടെ നട്ടിലിൻ്റെ സൈഡിലുള്ള നമ്മളുടെ ലംബാർ വെർട്ടിബ്രേൻ്റെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൻ്റെയും, അതായത് ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൻ്റെയും റിബിൻ്റെയും, അതായത് നെഞ്ചിൻ്റെ കൂടിൻ്റെ അടിഭാഗത്തുനിന്നും തുടങ്ങി ഹിപ്പിലേക്ക് പോകുന്ന ഇലിയ ക്രസ്റ്റിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു മസിലാണ് ക്വാഡ്രാറ്റസ് ലംബോറം. ഇതൊരു പവർഫുൾ മസിലാണ്. നമുക്ക് കുനിയാനും കുനിഞ്ഞെടുത്ത് നിവരാനും അതുപോലെ സൈഡിലേക്ക് ബെൻഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന, നട്ടിലിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മസിലാണ് ക്വാഡ്രാറ്റസ് ലംബോറം. അപ്പോൾ ഇതെങ്ങനെയാണ് പെയിൻഫുൾ ആവുന്നത്, എങ്ങനെയാണ് അത് ഒരു നടുവേദനയായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഒരുപാട് നേരം ഇരിക്കുമ്പോഴും കുറേ നേരം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ ഈ മസിൽ ചിലപ്പോൾ സ്പാസത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ, കുനിഞ്ഞു നേരത്തിന് കുറേ നേരം കുനിഞ്ഞിട്ട് ജോലി ചെയ്തിട്ട് നിവരുമ്പോൾ ഒക്കെ ഒരു സൈഡിൽ പെട്ടെന്നൊരു കൊളുത്തിപ്പിടുത്തം പോലെ അനുഭവപ്പെടുന്നുണ്ടാവും. നന്നായി ഒന്ന് തുമ്മിയാൽ, അല്ലെങ്കിൽ ഒന്ന് ഉറക്കെ ചിരിച്ചാൽ, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ കിടന്നെടുത്തുനിന്ന് ചെരിഞ്ഞ് കിടക്കുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കിടന്നെടുത്തുനിന്ന് ഈ ചെരിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴൊക്കെ അവിടെ അതികഠിനമായ ഒരു പിടുത്തവും അതുപോലെ തന്നെ ബട്ടക്സിൻ്റെ ബാക്കിലേക്കുള്ള ഒരു വേദനയും, ചെരിയാൻ പോലും പറ്റാത്തതുള്ള വേദനയൊക്കെ അനുഭവപ്പെടുന്നവരില്ലേ, അതൊക്കെ ഈ മസിൽസിൻ്റെ, അതായത് ക്വാഡ്രാറ്റസ് ലംബോറം എന്ന മസിലിൻ്റെ പിടുത്തം കൊണ്ട് ആയിരിക്കാം. ഈ വേദന ഒരിക്കലും മുട്ടിൻ്റെ താഴോട്ടേക്ക് പോകാറില്ല. അതായത് ക്വാഡ്രാറ്റസ് ലംബോറത്തിൻ്റെ വേദന നടുവിൽ നിന്ന് തുടങ്ങി ബട്ടക്സ് വഴി ഹിപ്പിലേക്കൊക്കെ പോവും, പക്ഷേ മുട്ടിൻ്റെ താഴോട്ടേക്ക് അങ്ങനെ പോകാറില്ല. പക്ഷേ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ഈ മസിൽസിലേക്കുള്ള സ്പാസം അല്ലെങ്കിൽ ട്രിഗർ പോയിൻറ്റ്സും ഉണ്ടെങ്കിൽ അത് മുട്ടിൻ്റെ താഴോട്ടേക്ക് സയാറ്റിക് പോലെയും വരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ വേദന അവിടെ അങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്യുന്നു, അതെങ്ങനെ അവിടെ അതൊരു സ്ഥായിയായ വേദന ആയിട്ട് വരുന്നു നമുക്ക് നോക്കാം. അതായത് മസിൽസ് ഒരുപാട് നേരം അങ്ങനെ സ്പാസത്തിലേക്ക് പോകുമ്പോൾ അവിടെ ട്രിഗർ പോയിൻറ്റ്സ് എന്ന് പറയുന്ന ചില നോട്ടുകൾ അല്ലെങ്കിൽ കെട്ടുകൾ ഉണ്ടാകുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ മസിൽസിൽ ഉണ്ടാകുന്ന ബ്ലഡ് സപ്ലൈൻ്റെയും ഓക്സിജൻ ഡെഫിഷ്യൻസിൻ്റെയും കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു ബാൻഡുകളാണ്. അപ്പോൾ ബാൻഡ് നമുക്ക് സാധാരണയിൽ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ഉണ്ട്. അത് നടുവെന്ന് സൈഡിലേക്കൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് അമർത്തി കഴിഞ്ഞാൽ നല്ല വേദനയുണ്ടാകും. അതങ്ങനെ കാലിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനാണ് ട്രിഗർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ട്രിഗർ പോയിൻറ്റ്സ് രണ്ട് തരത്തിലുണ്ട്. ആക്റ്റീവ് ട്രിഗർ പോയിൻറ്റ്സ് ഉണ്ട്, ലേറ്റൽ ട്രിഗർ പോയിൻറ്റ്സ് ഉണ്ട്. ആക്റ്റീവ് ട്രിഗർ പോയിൻറ്റ്സ് തൊട്ടാലും വേദനിക്കും, ആ മസിൽ അനങ്ങിയാലും വേദനിക്കും. പക്ഷേ ലേറ്റൻ ട്രിഗർ പോയിൻറ്റ്സ് വേദന ഉണ്ടാക്കാൻ സാധ്യതയില്ല, പക്ഷേ തൊട്ടാൽ വേദനിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരു പെയിൻഫുൾ ഒരു സോഴ്സ് ഓഫ് പെയിൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ആ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ മസിൽസ് കുറച്ച് എക്സ്റ്റെൻസീവാണ്. അത് റിബിന്ന് ഹിപ്പിലേക്കും പോകുന്നുണ്ട്, നട്ടലിൻ്റെ സൈഡ് ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൽ നിന്ന് ഹിപ്പിലേക്ക് പോകുന്നുണ്ട്, റിബിന്ന് നേരെ ഹിപ്പിലേക്ക് പോകുന്ന ലിഗമെൻസും ഉണ്ട്, അതായത് മസിൽ ഫൈബേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിന് ഓരോന്ന് ട്രിഗർ പോയിൻറ്റ്സും ഓരോ വേദനയായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പർ ഫൈബേഴ്സ് ആണെങ്കിൽ അത് ഹിപ്പിൻ്റെ മോൾ ഭാഗത്തായിട്ടായിരിക്കും വേദന വരിക. മിഡിൽ ഫൈബേഴ്സ് ആണെങ്കിൽ ബട്ടക്സിൻ്റെ സൈഡിലേക്കായിരിക്കും. ലോവർ ഫൈബേഴ്സ് ആണെങ്കിൽ അത് ഗ്രോയിൻ വഴി സൈഡിലേക്കും ആ ഒരു മുന്നിലത്തെ ഏരിയയിലേക്കും വരും. അപ്പോൾ ആ ഭാഗങ്ങളിൽ വേദന ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊരു കാരണമാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഹിപ്പിൻ്റെ പ്രശ്നമാണെന്ന് വെച്ചിട്ട് എക്സ്റേ ഒക്കെ എടുത്തു നോക്കും, പ്രശ്നമൊന്നും കാണില്ല. കാലിൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ അവിടുത്തെ MRIയും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ ഒന്നും കണ്ടോളുന്നില്ല. പക്ഷേ ഈ ഒരു മസിലിൻ്റെ വേദന താഴോട്ടേക്ക് റേഡിയേറ്റ് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇനി എന്താണ് അതിൻ്റെ ചികിത്സ? അപ്പോൾ ചികിത്സ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഈ തുടർച്ചയായിട്ട് ഇരുത്തം കൊണ്ടുള്ള വേദനയാണ്, അതായത് ഇരുത്തം കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിസ്ക് പെത്തോളജി ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതായത് ഡിസ്കിൻ്റെ ഉള്ള ഡീഹൈഡ്രേഷൻ കാരണം അല്ലെങ്കിൽ കംപ്രഷൻ കാരണം ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറുകയുള്ളൂ. അപ്പോൾ ഒന്ന് എർഗണോമിക്സ് പറഞ്ഞു, അതായത് ഇരുത്തത്തിൻ്റെ സ്റ്റൈൽ. പിന്നെ നമ്മളുടെ പോസ്റ്ററിങ്ങിൻ്റെ സ്റ്റൈൽ, അതായത് കുറേ നേരം കുനിഞ്ഞിന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ ഒരു ചെടിയും ചട്ടിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുനിഞ്ഞിട്ടായിരിക്കും അയാൾ വെയിറ്റ് എടുക്കുന്നു, ചെടി മാറ്റുന്നു, ആക്കുന്നു ഒക്കെ. അപ്പോൾ അങ്ങനത്തെ പോസ്റ്റർ ഒരിക്കലും നല്ലതല്ല. ഈ മസിലിൻ്റെ സ്പാസം പെട്ടെന്ന് വരും. അപ്പോൾ പരമാവധി നമ്മൾ ഒരു ലോ ഹൈറ്റുള്ള ഒരു സ്റ്റൂളിൽ ഇരുന്നിട്ട് വേണം ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ. പിന്നെയുള്ളത് നമ്മളുടെ ബെഡ്, കിടക്കുന്ന ബെഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് ബെഡ് ഉപയോഗിക്കുന്ന ആണെങ്കിൽ ഈ മസിൽസ് സ്ഥായിയായിട്ട്, നമ്മൾ ആ ബട്ടക്സിൻ്റെ ഭാഗം കുഞ്ഞിട്ടായിരിക്കുമല്ലോ ഉണ്ടാവും കിടക്കുമ്പോൾ, ആ സ്ഥായിയായിട്ട് കുറച്ച് ഷോർട്ടൻഡ് ആയിരിക്കും എപ്പോഴും കിടക്കുന്ന സ്റ്റൈൽ. അപ്പം മലർന്ന് കിടക്കുമ്പോൾ ഈ മസിൽ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം. അതായത് കുറച്ചൊരു ഹാർഡായിട്ടുള്ള കൊയർ ബെഡ് പോലത്തെ ബെഡിലേ നമുക്ക് കിടക്കാൻ നല്ലത്.
അപ്പോൾ ഇങ്ങനത്തെ സോഫ്റ്റ് ബെഡിൽ കിടക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഈ മസിൽസ് പെട്ടെന്ന് സ്റ്റിഫ്നെസ്സിലോട്ട് പോകും. അപ്പോൾ കിടപ്പിൻ്റെ സ്റ്റൈലും മാറ്റണം. അതായത് നമ്മൾ പ്രൈമറി കോസ് ചിലപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പോസ്റ്ററിങ്ങോ ആയിരിക്കാം. പക്ഷേ അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പെയിൻ ബാക്കിയായി പോകും. അതാണ് ഈ മയോഫേഷ്യൽ ട്രിഗർ പോയിൻറ്റ്സിൻ്റെ ഒരു പ്രശ്നം. ട്രിഗർ പോയിൻറ്റ് റിലീസ് ചെയ്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഒന്നെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് മയോഫേഷ്യൽ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഡ്രൈ നീഡ്ലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ട്രിഗർ പോയിൻറ്റ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മയോഫേഷ്യൽ ട്രിഗർ പോയിൻറ്റ്സ് റിലീസ് ചെയ്താൽ ഇത് മാറും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ വരുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ചികിത്സ, അതായത് പ്രൈമറി കോസ് കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. മയോഫേഷ്യൽ റിലീസ് എങ്ങനെ ചെയ്യാം? അതായത് ഈ നമ്മൾ ഒരു കിടക്കുമ്പോൾ തന്നെ നമുക്ക് കൈ പൊക്കി പിടിച്ചൊരു സൈഡിലേക്ക് കാല് വളച്ച് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ആ മസിലിൻ്റെ ഫൈബേഴ്സ് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിന് നല്ലൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കൈ പൊക്കുകയും താഴ്ത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽസ് കുറേയൊക്കെ റിലാക്സ് ആയി വരും. പിന്നെ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് എക്സസൈസുകളുണ്ട്, അതും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പരിചയപ്പെടാം. ഇനി മയോഫേഷ്യൽ ട്രിഗർ പോയിൻറ്റ് ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ ഡ്രൈ നീഡ്ലിംഗ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസിൽസ് നമ്മൾ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ കണ്ടുപിടിച്ച മസിൽസിനെ നമുക്ക് നീഡിൽ, അതായത് നാര് പോലത്തെ നീഡിൽ മെഡിസിൻസ് ഒന്നും കൂടാതെ തന്നെ ആ മസിൽസിലേക്ക് ഇറക്കി വയ്ക്കുന്നു. അതൊരു ഞാൻ പറഞ്ഞു നേരത്തെ 3 ലെയർ ഓഫ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട് ക്വാഡ്രാറ്റസ് ലംബോറത്തിൽ. അതിൻ്റെ ഓരോ ലെയറിലും ഒരു 5-6 നീഡിൽസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ അവിടെ വെക്കുന്നു. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ടായ മസിൽസിനെ നമ്മൾ നീഡിൽ ഫെനിസ്ട്രേറ്റ് ചെയ്യുന്നത് മൂലം അവിടെ കുറച്ചുകൂടെ ലൂസായി വരുന്നു. ഇൻട്രാമസ്കുലർ സ്റ്റിമുലേഷൻ എന്നാണ് ഇതിൻ്റെ മെഡിക്കൽ ടെർമിനോളജി. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുണ്ടായ സ്പാസം കുറഞ്ഞു വരികയും, പക്ഷേ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടണമെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ വീതം അങ്ങനെ 3-4 സെഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മസിൽസ് റിലാക്സ് ആയി വരികയും ഫർദർ നമുക്കിത് തിരിച്ച് വരാതിരിക്കാനുള്ള സ്ട്രെച്ചിങ് എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുന്നൊരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ചെയ്യുക. ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ കൊണ്ടുണ്ടാകുന്ന മസിൽ പെയിൻ ആണെങ്കിൽ വൈറ്റമിൻ ഡി കറക്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളിലുള്ള എന്തെങ്കിലും ഇറിറ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും, അതായത് ചിലപ്പോൾ വയറിൻ്റെ അസ്വസ്ഥത കാരണം അല്ലെങ്കിൽ സോയാസിൻ്റെ ആ ഭാഗത്തുള്ള എന്തെങ്കിലും ഇൻഫെക്ഷനോ ആപ്സസോ കാരണം ഈ ഭാഗത്തേക്കുള്ള റേഡിയേറ്റിംഗ് പെയിൻ വരും. അപ്പോൾ അതാണെങ്കിലും ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ചില വേദന, ഈ ക്വാഡ്രാറ്റസ് ലംബോറിൻ്റെ വേദന ഒരുപാട് കാലം നിലനിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ SI ജോയിൻറ്റ്, അത് സാക്രോയിലിയക് ജോയിൻസിൻ്റെ അവിടത്തേക്കും പെയിൻ വരും, കാലിലേക്കുള്ള സയാറ്റിക്ക പോലത്തെ പെയിൻ വരും. അപ്പോൾ നമ്മളിത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് പെയിനാണ് ഈ ക്വാഡ്രാറ്റസ് ലംബോറത്തിന് ട്രിഗർ പോയിൻറ്റ്സ് കാരണം ഉണ്ടാകുന്ന വേദന. അപ്പോൾ നമ്മൾ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് ഇത് വെക്കാതെ ഇത് നേരത്തെ ചികിത്സിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടുള്ള തരത്തിലുള്ള ഒരു കോസ് ഓഫ് പെയിനാണ്. തീർച്ചയായിട്ടും കണ്ടുപിടിക്കുക, അതിന് ട്രീറ്റ്മെൻറ്റ് സ്പോട്ടിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. താങ്ക് യു.